ഓക്കെ, വെൽക്കം ബാക്ക് ടു അതുൽ SSA അക്കാഡമി. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ 4 ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നലെ നമ്മൾ 4ാമത്തെ ക്ലാസ് കണ്ടു. അതിൽ നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് പഠിക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെയായിരുന്നു? 10% കൂടുകയാണെന്ന് പറഞ്ഞു. 10% എന്ന് പറഞ്ഞാൽ എത്ര? 1/10 ആണെന്നറിയാം. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? താഴെ 10, ഇത് 10 + 1 11. അപ്പോൾ ഇൻറ്റു 11/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റിനും നമുക്ക് 10% കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, 10% കൂടി പഠിച്ചെങ്കിൽ 10% കുറഞ്ഞാലും നമുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇനി നമുക്ക് റിവേഴ്സ് പെർസെൻറ്റേജും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡിക്രീസും പിന്നെ കുറച്ച് ഷോർട്ട് കട്ട്സും എക്സാം ക്വസ്റ്റ്യൻസും PSCയിൽ നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ള SSC PSC സാധനങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇതൊന്നും നമ്മൾ ഓർക്കണ്ട. പെർസെൻറ്റേജ് ഇൻക്രീസിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ സമയത്ത് 20% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോർമൽ മെത്തേഡ് നമ്മൾ പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡും പറയാം. അടിയിൽ 100 ഇട്ടു, 100 + 20 120 ഇട്ടു. ഓക്കെ, അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ 20% ഡിക്രീസ് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, 100 അതേപോലെ ഇടുക. 100 20 കുറയ്ക്കുക, 100 - 20 ചെയ്യുക ഡിക്രീസ് ആണെങ്കിൽ. അപ്പോൾ 80 × 80/100 ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 75% കുറഞ്ഞു എന്നാണെങ്കിൽ 75% കുറഞ്ഞു എന്നാണെങ്കിൽ അടിയിൽ 100 അതേപോലെ ഇടുക. പിന്നെ 100 75 കുറയ്ക്കുക, 25 × 25/100 ചെയ്യുക. അപ്പോൾ സാറേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ തന്നെ, അപ്പോൾ സാറേ ഇങ്ങനെ നമുക്ക് ചോദിച്ചൂടെ, എന്തിനാണ് നമ്മൾ × 25/100 എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അത് വെട്ടിയിട്ട് 1/4 എന്നൊക്കെ ആക്കാൻ നിൽക്കുന്നത്? ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ പറ്റില്ലേ? മെത്തേഡ്സ് ഇല്ലേ? ഉണ്ട്. നമ്മളെന്താ പഠിച്ചത്? 20% ആണെങ്കിൽ 1/5 ആണ് അല്ലേ? ഇപ്പോൾ ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പഠിച്ചത്? 5 അതേപോലെ നമ്മൾ എടുത്തെഴുതി. പിന്നെ 5 + 1 6 അല്ലേ? കൂടുകയാണെങ്കിൽ പ്ലസ് ആണെന്ന് പഠിച്ചു. കൂടുകയാണെങ്കിൽ പ്ലസ് ആണെങ്കിൽ, കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഷുവർ അല്ലേ? അപ്പോൾ 20% നമുക്ക് വീണ്ടും സെയിം എക്സാമ്പിൾ എടുക്കാം. 20% ആണെങ്കിൽ 1/5. 20% കുറഞ്ഞു എന്നാണെന്ന് വിചാരിക്കുക. 5 അതേപോലെ എടുത്ത് എഴുതുക, താഴെയുള്ള അതേപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് 5 1 കുറയ്ക്കുക, താഴത്തെ നിന്ന് മുകളിലത്തെ കുറയ്ക്കുക. അപ്പോൾ × 4/5 എന്ന് കിട്ടി. ഓക്കെ, പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ കൂട്ടുക, പെർസെൻറ്റേജ് ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ കൂട്ടി, പെർസെൻറ്റേജ് ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പോൾ 33.33% 1/3. ഓക്കെ, കുറയാണ് ചെയ്തത്. 3 അതേപോലെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. 3 - 1 2. ഓക്കെ, അപ്പോൾ 2 × 3 × 2/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? 33.33% കുറഞ്ഞ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, 66.67. അപ്പോൾ 2/3 ആണ് അറിയാം. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യേണ്ടത്? 3 അതേപോലെ എടുത്ത് എഴുതുക. പിന്നെ 3 2 കുറയ്ക്കുക. × 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 66.67% കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഖ്യ കിട്ടുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കൂടിയതാണെങ്കിൽ പ്ലസ് ചെയ്യുക, കുറയുകയാണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫോർമുലയും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് പഠിക്കേണ്ട. ഫോർമുലയും കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഷോർട്ട് കട്ട് നമുക്ക് അറിയാം. 10% കൂടിക്കഴിഞ്ഞാൽ × 110/100 അങ്ങനെയൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ 1/10 ആണെന്നുള്ളത്. അപ്പോൾ അടിയിൽ 10 ഇടുക, 10 + 1 11. ഇത് ഇൻക്രീസ് ആണ് കേട്ടോ. ഡിക്രീസ് ആണെങ്കിൽ അടിയത്തെ 10 അങ്ങനെ തന്നെ കിടക്കും. മുകളിൽ 10 - 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 10% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നോർമൽ മെത്തേഡിൽ 100 100 - 10 90. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ്. ഈ 10 അതേപോലെ എഴുതുന്നു, ഡിക്രീസ് ആണ്. അപ്പോൾ 10 - 1 9. ഓക്കെ, അതേപോലെ തന്നെ 20% ആണെന്നുണ്ടെങ്കിൽ 1/5 ആണെന്ന് നമുക്കറിയാം. 1/5 ആണ്. 5 അതേപോലെ ഇങ്ങോട്ട് എഴുതുന്നു. 5 - 1 4. ഇതൊക്കെ ഡിക്രീസ് ആണ് കേട്ടോ. എല്ലാം ഡിക്രീസ് ആണ്. ഓക്കെ, 25% നമുക്കറിയാം 1/4 ആണ്. അപ്പോൾ നമ്മൾ 4 താഴെ ഇങ്ങോട്ട് എഴുതി. 4 - 1 3 × 3/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25% കുറഞ്ഞാൽ കിട്ടും. 50% 1/2 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം 2 ആണ്. 2 ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ × 1/2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകും. പോപ്പുലേഷൻ ഇൻക്രീസസ്. ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. പോപ്പുലേഷൻ ഇൻക്രീസസ് ഫ്രം 5,000 to 6,000. ഫൈൻഡ് പെർസെൻറ്റേജ് ഇൻക്രീസ്. എത്ര ഇൻക്രീസ് ആയതാണ്? അപ്പോൾ ഇത് PSCക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. RRBക്കും ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കറിയാം 5000 നിന്ന് 6000 കൂടി. എത്ര കൂടിയ? മൊത്തം കൂടിയത് 1000. ഓക്കെ, എത്രയെന്നാണോ കൂടിയത് അതെടുക്കുക. 5000. പെർസെൻറ്റേജ് ആണെങ്കിൽ എപ്പോഴും × 100 കൂടെ ചെയ്യാം. ഓക്കെ, ഇത് വെട്ടി 1/5.
1/5 ഇൻറ്റു 100 എത്ര നമുക്കറിയാം 20%. 20% അല്ലേ നമ്മൾ 1/5. ഓക്കെ, അപ്പോൾ ഓർക്കുക എന്തിനാണ് ലാസ്റ്റ് നമ്മൾ ഇൻറ്റു 100 ചെയ്തത്? നമുക്കറിയാം ഫ്രാക്ഷൻ പേഴ്സൻറ്റേജിലോട്ടാക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. അതുകൊണ്ടാണ് ഇൻറ്റു 100 ചെയ്തത്. അതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 1/5 20% ആണ് ഡയറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇൻറ്റു 100 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആയി തോന്നുന്നു. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം കഴിഞ്ഞിട്ടുള്ള എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതാണ് താഴെ വരേണ്ടത്. ഓക്കെ, ഇവിടെ പോപ്പുലേഷൻ ഇൻക്രീസസ് ഫ്രം 5,000 to 6,000 എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രം 5000 നിന്നാണ് കൂടുന്നത്, 5000 ബേസ്. അപ്പോൾ എന്താ ചെയ്യുക? അടിയിൽ എപ്പോഴും 5000 ഇട്ട് കൊടുക്കുക. അടിയിൽ എപ്പോഴും 5000 ഇട്ട് കൊടുക്കുക. ഫൈൻ പെർസെൻറ്റേജ് ഇൻക്രീസ്. എത്ര ഇൻക്രീസ് ആയി? 5000 നിന്ന് 6000 എത്ര ഇൻക്രീസ് ആയി? 1000 ആണ് ഇൻക്രീസ് ആയത്. അപ്പോൾ മുകളിൽ എടുക്കുക. ഓക്കെ, എത്രയാണ് ഇൻക്രീസ് ആയതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5000 നിന്ന് 6000 എത്തിയെന്ന് പറഞ്ഞാൽ 1000 കൂടി. അപ്പോൾ 1000 മുകളിലിടുക. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ 1/5 കിട്ടും. പിന്നെ അപ്പോൾ ഫ്രാക്ഷനാണ് നമുക്ക് 1/5 കിട്ടിയത്. അത് പേഴ്സൻറ്റേജിലോട്ടാക്കാൻ ഇൻറ്റു 100 എപ്പോഴും ചെയ്യുക. അപ്പോൾ നമുക്ക് 20% കിട്ടും, 20% കിട്ടും. ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് കിട്ടി ഇതാ 20% തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത പ്രൈസ് ഡിക്രീസ് ആണ്. ഇവിടെ ഡിക്രീസ് ആണ്, നേരത്തെ ഇൻക്രീസ് ആയിരുന്നു, ഓർക്കുക, തെറ്റരുത്, ഡിക്രീസ് ആണ്. 800 നിന്ന് 600 എത്തി. ഫ്രം 800 എന്നാണ് പറയുന്നത്. അപ്പോൾ അടിയിൽ എപ്പോഴും 800. എത്ര? 800 നിന്ന് 600 എത്ര കുറഞ്ഞു? 200 രൂപ കുറഞ്ഞു. ഓക്കെ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ 1/4 കിട്ടി. ഇനി ഫ്രാക്ഷൻ പേഴ്സൻറ്റേജിലോട്ടാക്കണമെങ്കിൽ ഇൻറ്റു 100. അപ്പോൾ 1/4 എന്ന് കിട്ടിയാൽ തന്നെ നമുക്കറിയാം അത് 25% ആണെന്നുള്ളത്, 25% ആണെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇതിന് ഇക്വേഷൻ ഒന്നും പരീക്ഷയ്ക്ക് എഴുതാൻ നിൽക്കരുത് കേട്ടോ. ചേഞ്ച് ബൈ ഇനീഷ്യൽ പ്രൈസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻറ്റു 100 ആണ്. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 500 രൂപ ഉള്ള സാധനം 600 രൂപയായി. അപ്പോൾ ആദ്യം എന്താ ഉണ്ടായിരുന്നത്? 500. അതാണ് ഈ അടിയിൽ എഴുതിയ ഇനീഷ്യൽ. ഇപ്പോൾ 500 600 ആയപ്പോഴേക്ക് 100 രൂപ കൂടി. അതാണ് എന്ത്? ചേഞ്ച്. ഇൻറ്റു 100 ചെയ്യുക. പേഴ്സൻറ്റേജിൽ നമുക്ക് ഫ്രാക്ഷൻ പേഴ്സൻറ്റേജിലോട്ടാക്കണമെങ്കിൽ എപ്പോഴും ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് മനസ്സിലുണ്ടായാൽ മതി, പക്ഷേ റിസ്ക് എടുക്കേണ്ട, അത് ചെയ്യുക. അപ്പോൾ 25%. ഈ ഒരു ക്വസ്റ്റിൻ്റെ എടുത്ത് നോക്ക്. 800 നിന്ന് 600 മാറി. അപ്പോൾ അടിയിൽ 800. എത്ര ഡിഫറൻസ് വന്ന്? 200. പിന്നെ എപ്പോഴും ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വെട്ടി 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 ഇതും വെട്ടിക്കഴിഞ്ഞാൽ 1/4 100/4 25% നമുക്ക് കിട്ടി കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്തത് ശരിയാണ്, 25% ആൻസർ. ഓക്കെ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നില്ലേ? ഇഫ് ദ വാല്യൂ ബിക്കംസ് 150 ആഫ്റ്റർ 50% ഇൻക്രീസ്. എന്നിട്ട് നമ്മൾ എഴുതി 100%. അപ്പോൾ വാല്യൂ ആയിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ 100%ആണ് കണ്ടത്. ഇവിടെ 100 നിന്ന് 50% കൂടി, അപ്പോൾ 150% ഈക്വൽ ടു 150. അപ്പോൾ ഇൻറ്റു 1 ആണ് ചെയ്തത്. മോളിൽ ഇൻറ്റു 1 ചെയ്തപ്പോൾ 100 കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമ്മൾ പറയാണ് അങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുക എന്നുള്ളത്. ഇനി റിവേഴ്സ് പെർസെൻറ്റേജ് എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ നോർമൽ കേസസിൽ നമുക്ക് 20% കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു അടിയിൽ 100 ഇടുക, മുകളിൽ 120 ആണല്ലോ. റിവേഴ്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ തിരിച്ച് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 100 നിന്ന് 20% കൂടി, അപ്പോൾ 120 എത്തി. അങ്ങനെയാണല്ലോ, 120 എത്തി. അല്ല, നമുക്ക് തിരിച്ച് ഈ ഒരു റൂട്ടിലോട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ റിവേഴ്സ് പെർസെൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇഫ് വാല്യൂ ബിക്കംസ് 120 ആഫ്റ്റർ 20% ഇൻക്രീസ്. അതായത് നമ്മളുടെ വാല്യൂ എന്താണ്? 100% ആണ്. അതിന് ഓൾറെഡി 20% കൂടിയിട്ടാണ് 120% എത്തിയത്. ഈ 120% എത്ര? 120. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇൻറ്റു 1. അപ്പോൾ ഇവിടെ ഇൻറ്റു 1, അപ്പോൾ 100 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അത് നമ്മൾ നോർമൽ മെത്തേഡ്. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20% ഇൻക്രീസിന് ശേഷമുള്ള കിട്ടുന്നത്. അതായത് ഇൻക്രീസോ ഡിക്രീസിനോ ശേഷമുള്ളതാണ് നമുക്ക് തരേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500-ന് 10% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ 500 തരുന്നില്ല, പകരം ആദ്യമേ 550 പറയാണ്. 10% കൂടിയപ്പോൾ 550 എത്തി എന്നാണ് പറയണത്. അപ്പോൾ നമ്മളുടെ ആദ്യം എത്രയായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് എത്രയായിരുന്നു ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 550 ഇൻറ്റു 10/11 ചെയ്താൽ മതി. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 500 കിട്ടും. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം.
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം 500 പിന്നെ 10% കൂടി 550 അല്ലേ. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതെന്തെന്നാ 500 ഇൻറ്റു 11/10 ആണല്ലോ 550 അല്ലേ. ഇത് തിരിച്ചിങ്ങോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? 550 ഇൻറ്റു 10/10 ആവില്ലേ. അതാണ് ഇതിൻ്റെ തിയറി. അപ്പോൾ നമ്മൾ ഇതൊന്നും ഓർക്കണ്ട. നമുക്ക് ഓൾറെഡി 10% ഇൻക്രീസ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ 10% ഡിക്രീസ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. 50% ഇൻക്രീസ് കഴിഞ്ഞിട്ടോ ഡിക്രീസ് കഴിഞ്ഞിട്ടോ ഉള്ള വാല്യൂ ആണ് നമുക്ക് തരുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് 800 രൂപയുടെ സാധനം 30 രൂപയുടെ അല്ലെങ്കിൽ 30% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണ് 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിന് 800 രൂപയാണുള്ളത് എന്ന് പറയുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 20% പ്രൈസ് കുറച്ചതിന് ശേഷം അതിൻ്റെ പ്രൈസ് 800 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ ഇൻറ്റു 4/5 അല്ലേ ചെയ്യേണ്ടത്? തല തിരിച്ചിട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5/4 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളൊന്നുകൂടെ പറയാം. 20% ഡിക്രീസ് കഴിഞ്ഞിട്ട് 800 രൂപയാണ് എന്നുണ്ടെങ്കിൽ, 20% ഡിക്രീസ് കഴിഞ്ഞിട്ട് 800 രൂപയാണ് എന്നുണ്ടെങ്കിൽ, അതായത് എത്രയോ ഒരു സംഖ്യയുടെ 20% ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 4/5 ചെയ്തപ്പോൾ 800 കിട്ടിയത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എങ്ങനെ? ഓൾറെഡി നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലാണ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ പെർസെൻറ്റേജ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം നേരെ 4/5 ആണ് എന്നുണ്ടെങ്കിൽ അത് തല തിരിച്ച് ഇൻറ്റു 5/4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, തല തിരിച്ചിടുക. ഏതാണോ സംഖ്യ അതിൻ്റെ തല തിരിച്ചിട്ടാൽ മതി. അല്ലെ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാനാണ്. ഇപ്പോൾ 500 രൂപയുടെ സാധനം 10% പ്രൈസ് കൂടി 11/10, അപ്പോൾ നമുക്ക് 550 രൂപ കിട്ടും. പക്ഷേ നമുക്കിവിടെ തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിട്ടുള്ള എത്ര? ഏതോ ഒരു സംഖ്യ 10% കൂടിയപ്പോൾ 550. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ 550 ഇൻറ്റു ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 10/11 എന്ന് കിട്ടും. H=, അതാണ് സംഭവം. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഈ സ്റ്റെപ്പ് മാത്രമാക്കി എഴുതുകയാണെങ്കിൽ H=550 ഇൻറ്റു ഇവിടെ ഉണ്ടായിരുന്ന 10/11 ഇങ്ങോട്ട് എത്തുമ്പോൾ 11/10 ഇവിടെ എത്തുമ്പോൾ 10/11. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് 10% ഇൻക്രീസ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് തരണമെന്നുണ്ടെങ്കിൽ 550 എന്ന് പറഞ്ഞാൽ 10% ഇൻക്രീസ് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആദ്യത്തെ സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ 11/10 ആണല്ലോ. 1/10 ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ 10 പിന്നെ 11/10. അപ്പം നേരെ ഈ സാധനം നേരെ തലതിരിച്ച് അങ്ങോട്ട് ഇൻറ്റു 10/11 അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആവും. എ സാലറി ഇൻക്രീസ്ഡ് ബൈ 25% ബിക്കംസ് 25,000. ഓക്കെ, സാലറി ഇൻക്രീസ്ഡ് ബൈ 25%. ഓൾറെഡി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 25,000 അല്ലേ. അപ്പോൾ ഒറിജിനൽ സാലറിയാണ് നമുക്ക് കിട്ടേണ്ടത്. ശരിക്കും ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഇൻറ്റു എത്രയാണ് നമുക്ക് കൂടിയത്? 25%. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ H ഇൻറ്റു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ 4 + 1 5, അപ്പോൾ ഇൻറ്റു 5/4 ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത്? 25,000 കിട്ടിയത്. ഇതാണ് എന്തിൽ പറയുന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നുള്ള. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻറ്റു 4/5 ഈ 5/4 ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇൻറ്റു 4/5 ആക്കുക. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ആ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ശരിക്കും എന്താ ലാസ്റ്റ് സ്റ്റെപ്പ്? H=25,000 ഇൻറ്റു 4/5. എന്നിട്ട് 5 വെട്ടിപ്പോയി 20,000 കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് H= അല്ലെങ്കിൽ H ഇൻറ്റു 5/4 ഈക്വൽ ടു 25,000. ഓക്കെ, അപ്പോൾ H=25,000 ഇൻറ്റു 4/5. പക്ഷേ ഈ 2 സ്റ്റെപ്പ് എഴുതാനുള്ള സമയം നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതാണ് റിവേഴ്സ് പെർസെൻറ്റേജ് ടെക്നിക്ക്. അതായത് ഇപ്പോൾ 10% ഇൻക്രീസിന് ശേഷമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 25% ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് 25,000 ആയത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്യുക. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഡയറക്റ്റ് എഴുതുക 25,000 ഇൻറ്റു നമുക്ക് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണെങ്കിൽ ഇൻറ്റു 5/4 ആണല്ലോ. അപ്പം നേരെ തലയിൽ ഇടിച്ചിടുക 25,000 ഇൻറ്റു 4/5, അതായത് 5,000 ഇൻറ്റു 4 20,000 ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, കഴിഞ്ഞു അല്ലേ? ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നന്നായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ.
ഇൻക്രീസ് പെർസെൻറ്റേജ് ഫോർമുലയും ഡിക്രീസ് ഓഫ് പെർസെൻറ്റേജ് ഫോർമുലയൊക്കെ നമുക്കറിയാം. ഫോർമുല ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യുക. റിവേഴ്സ് പെർസെൻറ്റേജ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ടെണ്ണം തന്നെയാണ്. അതിൻ്റെ ആ നടുവത്തെ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നടുവത്തെ സ്റ്റെപ്പ് എഴുതിക്കോ. ഓക്കെ, ഇപ്പോൾ ഈ ആദ്യം എച്ച് ഒരു 20% കൂടി, അപ്പോൾ 600 രൂപയായി. ഓക്കെ, ഓൾറെഡി ആദ്യം എത്രയാണെന്ന് പൈസ നമുക്കറിയില്ല. 20% കൂടിയപ്പോൾ 600 ആയി. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് എച്ച് ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ അടിയിൽ 5, പിന്നെ 5 + 1 6 ആണ് 600. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാം എച്ച് ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു ഇതങ്ങോട്ട് പോകുമ്പോൾ 5/6 വെട്ടിയിട്ട് ഈക്വൽ ടു, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. ഓക്കെ, ഈ 6 വെട്ടിയിട്ട് 100, അപ്പോൾ അങ്ങനെ 500 എന്ന് കിട്ടും. ഇനി ഒരു സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എച്ച് ആണ് 20% കൂടി, അപ്പോൾ 600 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്ത സ്റ്റെപ്പ് ഒഴിവാക്കുക. നിങ്ങൾ പ്രാക്ടീസിലൂടെ നേടുന്നതിന് വേണം. 600 നേരെ എഴുതുക. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 6/5 എന്നാണ് അർത്ഥം. നിങ്ങൾ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, നേരെ അത് തലതിരിച്ചിടുക. 6/5 നേരെ തലതിരിച്ചിടുക ഇൻറ്റു 5/6. ഇവിടുന്ന് വെട്ടി 100, 500 എന്നുള്ള ആൻസറിലോട്ട് എത്തി. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. നമുക്കൊരു സ്റ്റെപ്പ് വെറുതെ എഴുതാനുള്ള സമയമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് മനസ്സിലാവും, എന്തുകൊണ്ടാണ് അങ്ങനെ തല തിരിച്ചിട്ടതെന്ന് മനസ്സിലാവും, എപ്പോഴാണ് തല തിരിച്ചിടേണ്ടത്, എപ്പോഴാണ് തല തിരിച്ചിടേണ്ടാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. അടുത്ത പെർസെൻറ്റേജ് ക്ലാസ് നമുക്ക് 6ാമത്തെ ക്ലാസ് നാളെ 7 മണിക്ക് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സക്സസീവ് പെർസെൻറ്റേജ് കാണിക്കാം. സക്സസീവ് പെർസെൻറ്റേജ് എന്താ? ഇപ്പം നമ്മൾ ഒരു വട്ടം ഇൻക്രീസ് ആയാൽ 10% ഒരു വട്ടം ഇൻക്രീസ് ആയാൽ നമ്മൾ ഇൻറ്റു 11/10 പഠിച്ചു. അല്ലെങ്കിൽ ഒരു വട്ടം 10% കുറഞ്ഞ ഇൻറ്റു 9/10 ആണെന്ന് പഠിച്ചു. എങ്ങനെ? 1/10 ആണെങ്കിൽ 10 ഇങ്ങോട്ട് ആദ്യം എടുത്ത് എഴുതി, പിന്നെ 10 1 കുറച്ചു 9. ഇനി ഇൻക്രീസ് ആണെങ്കിൽ 10 1 കൂട്ടി ഇൻറ്റു 11/10 ആവും. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഒരാൾ പറയാം 100 രൂപയുടെ ഒരു സാധനം ആദ്യം 10% കൂട്ടി, വീണ്ടും 10% കൂട്ടി, അപ്പോൾ മൊത്തം 20% കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊട്ടത്തെറ്റാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. 100ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ. 100ന് 10 കൂട്ടിയാൽ 110. ഓക്കെ, ഈ 110ൻ്റെ 10% പിന്നെ കൂടുന്നത്. 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 11 രൂപയാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇത് കൂടുമ്പോൾ 121 അപ്പോൾ മൊത്തം എത്ര ശതമാനം കൂടി? 21% കൂടി. ഓക്കെ, അതാണ് സക്സസീവ് പെർസെൻറ്റേജ്. ഇതാണ് സക്സസീവ് പെർസെൻറ്റേജ്. പലരും 10% കൂടും, തെറ്റും. ഇപ്പോൾ സക്സസീവ് പെർസെൻറ്റേജിന് ഇക്വേഷൻ ഉണ്ട്. ഇനി ഇക്വേഷൻ അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. രണ്ടും ചെയ്യാം. രണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ജയ് ഹിന്ദ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേ സമയം നാളെ 7 മണിക്ക് കാണാം. ഓക്കെ, താങ്ക് യു.